നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ പ്രതിഷേധം അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ അതിശക്തമായ പ്രതിഷേധം ഉടലെടുത്തു. സംഭവ സ്ഥലത്തേക്ക് എത്തിയ മന്ത്രി OR കേളുവിനെ നാട്ടുകാർ വളയുകയായിരുന്നു. ഉടൻ തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം ജനങ്ങൾ ഉയർത്തുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. അതിദാരുണമായ സംഭവമാണ് വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടായത്. പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയെ അതിക്രൂരമായി കടുവ കൊന്ന് ഭക്ഷിച്ചത്, അതായത് അവരുടെ തലയുടെ പിൻഭാഗം കടിച്ചു പറിച്ചെടുത്ത് ഭക്ഷിച്ചു. വനം വകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് മരിച്ച രാധ. പ്രദേശവാസികൾ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയതോടുകൂടി തന്നെയാണ് ഇപ്പോൾ കടുവയെ കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നത്. മന്ത്രി OR കേളു സ്ഥലത്തെത്തുന്നതോടുകൂടി രംഗമാകെ വഷളാകുകയായിരുന്നു. ഇതുവരെ 8 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ജനങ്ങൾ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മന്ത്രിയോട് പ്രതികരിച്ചത്. ഒടുവിൽ ജനങ്ങളെ വലിയ രീതിയിൽ പണിപ്പെട്ടാണ് ഒന്ന് നിയന്ത്രിച്ചത്. നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ടാണ് ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയത്. ജനങ്ങൾ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ നിന്നതോടുകൂടിയാണ് കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇടുന്നത്. മാനന്തവാടി ടൗണിനടുത്തുള്ള പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിലായിരുന്നു സംഭവം. ജനവാസ മേഖലയാണ് ഇത്. രാവിലെ 8:30 ആയിരുന്നു ദാരുണ സംഭവം നടന്നത്. കാപ്പിക്കുരു പറിക്കുകയായിരുന്ന രാധയെ പതിയിരുന്ന കടുവ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിൽ പിടിമുറുക്കിയ കടുവ രാധയെ 100 മീറ്ററോളം വലിച്ചിഴച്ചു. തലയുടെ പിൻഭാഗം ഭക്ഷിച്ച ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. ആളുകൾ ഓടിയെത്തിയപ്പോൾ കടുവ കാട്ടിലേക്ക് ഓടിമറയുകയായിരുന്നു. ജനങ്ങളിൽ നിന്ന് വൈകാരികമായ പ്രതിഷേധമാണ് ഉണ്ടായത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പലരെയും കടുവ കൊലപ്പെടുത്തിയത് സങ്കടം സഹിക്കവയ്യാതെ ഒരു വേള നിയന്ത്രണം വിട്ടുപോലും മന്ത്രിയോട് പോലും സംസാരിക്കുകയായിരുന്നു നാട്ടുകാർ. കടുവയെ പിടികൂടിയ ശേഷം വനത്തിലേക്ക് തന്നെ തുറന്നു വിടുന്ന രീതി ഇനി പറ്റില്ല എന്ന് പ്രതിഷേധക്കാർ കട്ടായം പറഞ്ഞു. അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നാണ് മറ്റൊരാവശ്യം ഉയർന്നത്. 11 ലക്ഷം രൂപ രാധയുടെ കുടുംബത്തിന് ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. കടുവയെ വെടിവെക്കാൻ നൂലാമാലകൾ ഏറെയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആദ്യ ഘട്ടമെന്ന നിലയിൽ മയക്കുവെടിവെച്ചോ കൂടുവെച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കണമെന്നതാണ് ചട്ടം. ഈ സാധ്യതകൾ ഇല്ലാത്ത പക്ഷം കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ചു കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കാം. ഇവിടെ രാധയുടെ ശരീരഭാഗം കടുവ തിന്നിട്ടുണ്ട്. അതായത് തലയുടെ പിൻഭാഗം പൂർണ്ണമായും കടിച്ചു തിന്നുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നരഭോജിയാണെന്നും അതീവ അപകടകാരിയാണെന്നും ഉറപ്പിച്ചാണ് വെടിവെക്കാനുള്ള നടപടി. കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് വരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മസേനയെ നിയോഗിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ, കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നു വരാവുന്ന സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്തും. കേന്ദ്ര സർക്കാരിന്റെ കടുവാ സംരക്ഷണ നയങ്ങൾ കാരണം ഈ മേഖലയിൽ വലിയ തോതിൽ കടുവകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്രോളിംഗ് കൂട്ടുന്നത്. പഞ്ചാരക്കൊല്ലി, പ്രിയദർശിനി, മണിയൻകുന്ന് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദുരിതം പലവിധമാണ്. ഉരുൾപൊട്ടലടക്കമുള്ള ഭീഷണിയുള്ള പ്രദേശമാണ് ഇത്. ഇവിടെയാണ് കടുവയും സാധാരണക്കാരുടെ ഭീതിയായി മാറുന്നത്. ആദിവാസികളെ പുനരധിവസിപ്പിച്ച പ്രിയദർശിനി തേയിലത്തോട്ടത്തിൽ 86 കുടുംബങ്ങളോളം ഉണ്ട്. എസ്റ്റേറ്റിന് പുറത്ത് 100ഓളം കുടുംബങ്ങളുണ്ട്. ഇവരെയെല്ലാം ആശങ്കയിലാഴ്ത്തിയാണ് കടുവ ആക്രമണം. പുൽപ്പള്ളി അമരക്കുനി മേഖലയെ ദിവസങ്ങളോളം ഉറപ്പിച്ച കടുവ കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ കൂട്ടിലാക്കപ്പെട്ടിരുന്നു. 8 വയസ്സോളം പ്രായമുള്ള പെൺകടുവയാണ് തൂപ്രയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കൈക്കടക്കം പരിക്കേറ്റ നിലയിലായിരുന്നു കടുവയെ കിട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.